ദൈവാത്മാവാരോട് പറയുന്നു, മുറിക്കകത്ത് കയറി കതകടച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത പ്രാർത്ഥന കഴിഞ്ഞ് മുറിയുടെ ലോക്ക് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടായിരിക്കും നീ എഴുന്നേൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്തും? Not misunderstand. ഒരു പ്രവാചകനാണ് പറയുന്നതെങ്കിൽ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ ഇവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരാളല്ലേ? ആണോ? നിങ്ങൾ ഈ ഇരിപ്പിരിക്കരുത്, നിങ്ങൾ ഈ ഇരിപ്പിരിക്കരുത്. ഞാൻ എന്റെ യാഥാർത്ഥ്യത്തിലോട്ട് കയറി സംസാരിക്കുന്നത്. ഏലിയാവിന്റെ നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ? നമ്മുടെ ദൈവത്തിൽ ഏലിയാവ് സേവിച്ചേ. പക്ഷെ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഇനി പറയണം മഴ പെയ്യണമെങ്കിൽ, ഇത് പറയാനുള്ള പ്രസരിപ്പുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ ദൈവത്തോട്? ഇത്ര സെക്കൻഡുകൾക്കകത്ത് എനിക്കതിന് വിടുതൽ വേണം കർത്താവ്, എനിക്ക് വിടുതൽ വേണം കർത്താവ്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. വിഷയം എന്നറിയാമോ? നീ ചോദിക്കുന്നില്ല, അതാ നിന്റെ വിഷയ. ഈ ദിവസങ്ങളിൽ നീ ഒന്ന് ചോദിച്ചു നോക്കിയേ. അവൻ മകൻ മുട്ട ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല. അവൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല. ദോഷികളായിരിക്കുന്ന മക്കൾക്ക് അപ്പൻ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനാകുന്ന പിതാവ് എത്രയധികം നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. നിന്നെ എത്ര താഴ്ത്തിക്കെട്ടാൻ നോക്കിയാലും, നിന്നെ എത്ര അടിച്ചു നിമർത്താൻ നോക്കിയാലും, നിന്നെ എത്ര പുറംപുറമ്പിൽ കൊണ്ടിടാൻ നോക്കിയാലും, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുക, ആരെല്ലാം നിന്നെ കാലുകൊണ്ട് അടിച്ചമർത്താൻ നോക്കും തോറും നീ താഴ്ന്നു പോകത്തില്ല, നീ ഉയർച്ച പ്രാപിക്കുമെന്ന്. പിശാശ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കാൻ. അവൻ 4 വഴിയിൽ നിന്നും പിശാശ് പോരാടുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, നീ വടക്കിന് നോക്കി പ്രവചിക്കുക, തെക്കിന് നോക്കി പ്രവചിക്കുക, കിഴക്കിന് നോക്കി പ്രവചിക്കുക. ഈ നികിതന്മാര് ജീവിക്കേണ്ടതിന് അവരിൽ ജീവന്റെ ശ്വാസം ഊതട്ടെ. പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, തെക്കിനോട് പടിഞ്ഞാറിനോട് വടക്കിനോട് നോക്കി നീ പ്രവചിക്ക. ആത്മാവിന്റെ കാറ്റ് ദൈവാത്മാവ് ആരോട് രാവിലെ പ്രവചിക്കാൻ പറയുന്നു. ഇന്നലെയും കൂടെ നീ കടം മേടിച്ചിട്ട് നീ ഇവിടെ വന്നത്. ദൈവം പറഞ്ഞു, നിന്റെ കടം മേടിപ്പ് മതിയെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നീ കടം മേടിക്കുന്നവനല്ല, നീ കട കൊടുക്കുന്നവനായി തീരും. നിന്റെ കൈകളിൽ നിന്റെ അധ്വാന ബലം നീ തിന്നും. പൊട്ടുവാ. ഒത്തിരി വചനം കേൾക്കുവാനായിട്ട് രാവിലെ നിൽക്കരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു രാവിലെ, നിന്റെ കട വായ്പ നീ മേടിക്കത്തില്ല, വായ്പ നീ കൊടുക്കും. നിന്നെ കൊണ്ട് കടം മേടിപ്പിച്ച് നിന്നെ തകർക്കാൻ നിൽക്കുന്ന പിശാചിന്റെ എല്ലാ പദ്ധതികളും ഈ രാവിലെ അടിയത്. വെളിപ്പെടട്ടെ. ലൈവിൽ പറഞ്ഞ ആൾക്കാർ ദുരുപദേശം എന്ന് പറഞ്ഞു, അതൊന്ന് മ്യൂട്ട് ചെയ്തേ. അവൻ ഞാൻ വിശ്വാസത്തോടെ സഭയോട് പറയുക, ഇവിടുത്തെ യൗവനക്കാരോട് ഞാൻ വിശ്വാസത്തോടെ പറയാ, പോയി
ദൈവം എന്നെ പഠിപ്പിച്ചൊരു മാർഗം ഞാൻ നിങ്ങളോട് പറയാം. നീ ഭയപ്പെടുന്ന നാളിൽ നീ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കത്തില്ല. പല ദൈവപ്രവർത്തിക്കും തടസ്സം എന്നറിയാവോ? ഭയമല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ സാഹചര്യം നോക്കും. അയ്യോ, ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് മറിച്ചാൽ ഇങ്ങോട്ട് എന്ത് ചെയ്യും? വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭയമല്ലേ, ഭയം. ഞാനിതെടുത്ത പൈസ അങ്ങോട്ട് കൊടുത്ത് ഇയാൾക്ക് എന്ത് ചെയ്യും? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നിനക്ക് ആ വിഷയത്തിന് വേണ്ടിയുള്ള കാര്യം ദൈവം ചെയ്തു തരുമെന്ന്. ഒത്തിരി അവിശ്വാസം പലപ്പോഴും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കയറി വരും, മൈൻഡിന്റെ അകത്ത്. പക്ഷെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിന്റെ വിശ്വാസത്തോടൊക്കെ ചെയ്തോണം. വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നവര് ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. എന്തെങ്കിലും ദിവസങ്ങളിൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് ഞാൻ പറയുന്നത്, സാഹചര്യം നോക്കരുതെന്ന്, വിശ്വാസത്തോടെ ഇറങ്ങി നിന്നോണം. വല കഴുകുന്ന ഒത്തിരി പേരെ കർത്താവ് കണ്ടു. പക്ഷെ അവരിലുള്ള ആ ഒരു പടകിലും യേശു കയറില്ല. യേശു കയറിയത് ഷീമോനുള്ള പടകിലൊന്ന് കയറി. യേശു പടകിൽ ഇരുന്നു. ഞാനിത് നിങ്ങൾ രാവിലെ പറയാം. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ ഒന്ന് ഇരുത്തണം. നിന്റെ ഹൃദയത്തിൽ ദൈവം ഇരിപ്പുണ്ടോ? പടകിൽ യേശു കയറി ഇരുന്നു. അതിനർത്ഥം ദൈവത്തിന് സ്ഥലം കൊടുത്തു. നിന്റെ വീട്ടിൽ നീ ദൈവത്തിന് സ്ഥലം കൊടുക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ നീ ദൈവത്തിന് സ്ഥലം കൊടുക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം നീ ആരും അട്ടുമറിക്കുവാനിടയാകരുത്. നിന്റെ ഹൃദയം ബോയ് ഫ്രണ്ടിന് വേണ്ടിയുള്ളതാകരുത്. നിന്റെ ഹൃദയം ഗേൾ ഫ്രണ്ടിന് വേണ്ടിയുള്ളതാകരുത്. നിന്റെ ഹൃദയത്തിന് മുൻകടന എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ആയിരിക്കണം. ഇന്ന് ദൈവം ഇരിക്കുന്നിടത്ത് ബോയ് ഫ്രണ്ടാ കയറിയിരിക്കുന്നത്, ഗേൾ ഫ്രണ്ട് കയറിയിരിക്കുക. പിന്നെങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്? ആ ദൈവത്തെ പിടിച്ചിരുത്ത്. യേശു അതിനകത്തിരുന്ന് ശിഷ്യന്മാരോട് ഉപദേശിച്ചു. ഒന്ന് വായിച്ചു. ശിഷ്യന്മാരോട് 5-ാം അധ്യായം. ശിഷ്യന്മാരോട് ഉപദേശിച്ചു. വേഗം വായിച്ചാട്ടെ, വേഗം. ബിക്കോസ് സംസാരിച്ചു തീർന്നപ്പോൾ അവിടെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവർ സംസാരിക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പിതാവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഉപദേശം കഴിഞ്ഞ ശേഷം ശീമോൻ പത്രോസിനോട് എന്താ പറഞ്ഞേ? ആഴത്തിലേക്ക് ഇറങ്ങി. രാത്രി മൊത്തം ആഴത്തിൽ വല ഇറക്കിയിട്ടാ വന്നത്. ചിലർ എന്തെങ്കിലും ഞാൻ നല്ല പോലെ പണിയെടുത്താൽ എൻ്റെ ഈ വർഷത്തെ ചില ആൾക്കാർ ഈ ബുദ്ധി കൊണ്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ 6 മാസം പണി ചെയ്യും, എൻ്റെ എല്ലാ ബാധ്യതകളും തീരും. ചിലർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 6 മാസം കൊണ്ട് കറങ്ങി തിരിഞ്ഞ് കടത്തിന്റെ മേൽ കടം കയറി തിരിച്ചു വരും. രാത്രി മുഴുവനും അധ്വാനിച്ചു. ഒരു സിംഗിൾ ഫിഷിനെ പോലും കിട്ടി, ഒരു മത്സ്യത്തെ പോലും കിട്ടിയില്ല. നാഥ അല്ലെങ്കിൽ ഗുരു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ശാന്തമായി ചോദിക്കുക, നീ ചെയ്യുന്നതെല്ലാം കർത്താവ് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഞാൻ ഇവിടെയുള്ള കുഞ്ഞുങ്ങളോട്, നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞിട്ടാണോ അത് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നി നിങ്ങൾ അങ്ങ് ചെയ്യുവാണോ? ശിമോൻ പത്രോസ് യേശുവിനെ അനുഗമിച്ച യേശു ക്രിസ്തുവിന്റെ സമകാലികനൊന്നുമല്ല. അല്ലല്ല, ആദ്യത്തെ കൂടിക്കാഴ്ച. ഈ ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ ശിമോൻ പത്രോസ് പറയാം, നാഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, സറണ്ടർ ആകുക. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഒന്നാമത് പറഞ്ഞ കാര്യം, യു ഹാവ് ടു സറണ്ടർ. നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തി കൊടുക്കണം. അടുത്തിരിക്കുന്ന കൈ കൊടുക്കണം, ദൈവസ്ഥലത്തിൽ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ നമ്മുടെ കുറെ കോംപ്ലക്സും നമ്മുടെ കുറെ ഞാൻ എന്തോ വലിയ സംഭവം നമ്മൾ ഇങ്ങനെ നിൽക്കുക. ദൈവത്തിന് താഴ്മയുള്ളവരെ മതി.
ദൈവം നോക്കുക ആരാ ഹമ്പിൾ, ആരാ ഹമ്പിളായിട്ടിരിക്കുന്നവരാരാ, അവരെ ദൈവം നോക്കുന്ന പരിശുദ്ധാത്മാവ്. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും. നാഥ, അതിന്റെ അർത്ഥം മോളെ, നാഥൻ പറയുന്ന കാര്യം ഞാനത് അനുസരിക്കാം. അതിനെ പറഞ്ഞ് രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ അനുസരണമാണ് യാഗത്തെക്കാട്ടിലും വലുത്. പത്രോസ് അനുസരിക്കുക. ഞാനൊരു ചോദ്യം, നമ്മളാണെങ്കിൽ ചെയ്യും. നമ്മൾ പറയും, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞാൻ ആഹാരം പോലും കുടിച്ചില്ല, ഞാൻ വെള്ളം പോലും കഴിച്ചില്ല, ഇനിയും പോകണം രാവിലെ, ഞാൻ പോകത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചെറിയൊരു ദൂതാണേ, ചെറിയൊരു ദൂതാ, പക്ഷെ നിങ്ങൾക്ക് ഇത് വിടുതലാവും. ഈ പത്രോസ് അല്ലെങ്കിൽ ഷീമോൻ ഒഴിവുതിരിവ് പറഞ്ഞെങ്കിൽ സിസ്റ്ററെ വിടുതൽ പ്രാപിക്കുമായിരുന്നു. ഒഴിവുതിരിവ് പറഞ്ഞായിരുന്നെങ്കിലും, എന്നെ കൊണ്ട് പറ്റത്തില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചാണ്, ഇനി എനിക്ക് വല എടുത്തുണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വല കഴുകി വെച്ചതേ ഉള്ളെന്ന് പറഞ്ഞ് ഒഴിവുതിരിവ് പറഞ്ഞാലോ? അപ്പൊ ഈ ഒഴിവുതിരിവ് പറയുന്നവർ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അടുത്തിരിക്കുന്നത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒഴിവുതിരിവ് പറഞ്ഞ് നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഒഴിവുതിരിവ് പറയരുത്, ഒഴിവുതിരിവ് പറയരുത്. നാഥാ, നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം? ഒരു രാത്രിയിൽ പ്രയത്നം എന്റെ മുമ്പിൽ നിൽക്കുക, ഒരു രാത്രിയിൽ അധ്വാനം എന്റെ മുമ്പിൽ നിൽക്കുക, ബട്ട് ഞാൻ അനുസരിക്കാം. എന്നിട്ട് യേശുവിനെ പടകിന്റെ അത്തിരത്ത് ശിഷ്യന്മാരുമായിട്ട് എന്ത് ചെയ്തിട്ട് വലയിറക്കാൻ പോവാണ്. സ്തോത്രം. അങ്ങനെ വായിച്ചത് ഞാൻ വായിച്ചേ ആ യെസ് അമ്മ. എങ്കിലും നിന്റെ വാക്കിന്, ആ വാക്കിന്റെ അകത്ത് അധികാരം കിടക്കുന്നത്, എങ്കിലും നിന്റെ വാക്കിന് ദൈവത്തിന്റെ വാക്കും കേട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അവർ തകർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചൊരു തകർന്നു പോയിട്ടില്ല. അതായത് നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. കാരണം നീ പറഞ്ഞിട്ടാ ഞാനത് ചെയ്യുന്നേ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവ് നിനക്കാ ദൈവമേ. ഈ മറ്റു ശിഷ്യന്മാരെ, തോമസ്, ലേവി, ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത സമയത്ത് ദൈവം ഇങ്ങനെയുള്ള കടുത്ത പരിശോധന ഒന്നും കൊടുത്തില്ലല്ലോ. ഈ പത്രോസിനെ മാത്രം തിരഞ്ഞെടുത്തപ്പോഴല്ലയോ ഈ ഇത്തരം ഒരു പരിശോധനയിലൂടെ തിരഞ്ഞെടുത്തത്. അവൻ ഈ മറ്റുള്ള ശിഷ്യന്മാരിൽ തോമസിനെക്കാട്ടിലും ലേവിയെക്കാട്ടിലും ഇസ്കറിയോത്ത് യൂദയെക്കാട്ടിലും ഈ പത്രോസ് എന്തോ സവിശേഷതയുള്ള ശിഷ്യനല്ലയോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മറ്റു ശിഷ്യന്മാരെക്കാട്ടിലും എന്തോ ചില സവിശേഷതകൾ പത്രോസിനുണ്ടോ? ഇവനല്ലേ കടലിന്റെ മേലോട് നടന്നത്. ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ചിലരെ ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തരായവരുടെ കയ്യിൽ ഏൽപ്പിക്കത്തുള്ളൂ. അവരെ കൊണ്ടത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ദൈവം നോക്കും. അതിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് അടുത്ത അവർ വല വീശി അവരങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. രാത്രി ഞാൻ വലിയ ശബ്ദം ഉയർത്തിയൊന്നും പറയുന്നില്ല, ഇതൊരു പ്രവചന ശബ്ദമായിട്ട് നിങ്ങളോട് പറയാം. കർത്താവ് പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഷീമോനെ പോലെ അനുഗ്രഹിക്കപ്പെടും. അകപ്പെട്ടു. ഇത് പ്രൊഫസി ആയിട്ട് എന്റെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ദൂതായിട്ട് പറയാണ്, നിന്റെ അനുഗ്രഹം ഈ ദിവസങ്ങൾ അകപ്പെടും. ചിലർ ഈ ദൂത് കേൾക്കുമ്പോൾ തകർച്ചയുടെ നടുവിലിരുന്നുണ്ടായി ദൂത് കേൾക്കുന്നത്. അകപ്പെടും, 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 അകപ്പെടും. ഇതിന് ആരാണോ ആമേൻ പറയുന്നത്, ആരാണോ ഇതിനെ മകത്തിന് ബല കൊടുക്കുന്നത്, ആരാണോ ഇതിനെ ആരാധിക്കുന്നത്,
അകപ്പെടും. അനുസരണത്തോടുകൂടെ വല എടുത്ത് എറിഞ്ഞു. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ വലകൾ എറിയാൻ തയ്യാറാണോ? ഈ ഞായറാഴ്ചത്തെ ദൂത് ഇത് പ്രാപിച്ചിട്ട് പോകാൻ, ഇത് പ്രാപിച്ചിട്ട് അണ്ടി പോകണം. ചിലത് എറിഞ്ഞു പിടിക്കണം. വിശ്വാസത്തോടുകൂടെ വല വീശണം. വിശ്വാസത്തോടുകൂടെ നീ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം വിശ്വാസത്തോടുകൂടെ ചെയ്യേ. ഷിമോനെ ഇത് പിടിച്ച് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. വലിച്ചു കയറ്റാൻ കഴിയാത്തതുപോലെ ഭാരമായി. കരയിൽ നിൽക്കുന്ന മറ്റു ചെറുപടകളെ മാടി വിളിച്ചു. അവരും കൂടെ വന്ന് വല പിടിച്ചു കയറ്റിയപ്പോൾ വല പൊട്ടി കീറുമാറായി. അതിന്റെ അർത്ഥം അത്ര മാത്രം ഉണ്ടായിരുന്നു അത്. ഇങ്ങനെ സംഭവിച്ചപ്പോ പത്രോസ് ശീമോന് മനസ്സിലായി, ഈ പ്രതിഭാസത്തിന്റെ പിമ്പിൽ പ്രവർത്തിച്ചത് മാനുഷികമായി ഞാൻ വലയെറിഞ്ഞത് കൊണ്ടോ ഒന്നും കിട്ടിയതല്ല. എന്റെ മുമ്പിലിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരു ദേവനാ മുമ്പിലിരിക്കുന്ന, ഒരു ദൈവമാ. ദൈവം എന്റെ മുമ്പിലിരിക്കുന്നത്. അതിന്റെ ആത്മീയ അർത്ഥം ഞാൻ പറഞ്ഞു തരട്ടെ. നീ എവിടെ ജോലിക്ക് പോകണം ദൈവം നിന്നോട് പറഞ്ഞുതരും. നീ അവിടെ പോയിക്കോണം. നീ എവിടെ വല വീശട്ടതെന്ന് എല്ലായിടത്തും കൊണ്ട് വീശിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എല്ലായിടത്തും വല എറിഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ യേശു പറഞ്ഞെടുത്തില്ല വല ഇട്ടത്. നീ ഇവിടെ വല വീശാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ വീശി. കാരണം നിന്നെ നിർത്തുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ നിന്ന് ഒന്ന് വല എറിഞ്ഞു നോക്ക്. ദൈവത്തെ വിശ്വസിപ്പിക്കുന്ന വലിയ വിശ്വാസം എന്നറിയാമോ? ആ 5-ാം അധ്യായത്തിൽ തന്നെ യേശു തന്റെ ശുശ്രൂഷയിൽ വലിയ പുരുഷാരം യേശുവിന്റെ അടുത്ത് വന്ന സമയത്ത് ഒരു വീടിന്റെ മച്ചിളക്കി ഒരു വശവാദക്കാരനെ കെട്ടിയിറക്കി യേശുവിന്റെ അടുത്തോട്ട് കൊണ്ടുവച്ചു. ആമേൻ, സ്തോത്രം. ഇത് രാവിലെ ദൂത് നിങ്ങളോട് പറയാം, ഓടിളക്കിയാണെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. കച്ചിക്കകത്ത് ചള്ള തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് അവര് വീടിന്റെ റൂഫ് ചെയ്യുന്നത്. അപ്പം അത് ഇളക്കാൻ എളുപ്പമാണ്. അപ്പൊ അവർക്ക് യേശുവിന് അടുത്തോട്ട് ചെന്ന് മിനിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ വശവാദക്കാരനെ അല്ലെങ്കിൽ ആ പാരലൈസ് ആയ മനുഷ്യനെ എടുത്തു പോക്കി വീടിന്റെ എന്ത് ചെയ്തു? ആ മച്ച ഇളക്കിയിട്ട് യേശു ഇരിക്കുന്നിടത്ത് കയറിൻ്റെ അകത്ത് താനെ പെതുക്കെ സാവധാനം താഴ്ത്തി യേശുവിന് മുമ്പിലോട്ട് ഇറക്കി വെച്ചു. എന്തോ വിശ്വാസം അവർക്കില്ലയോ? എന്തോ ഫെയ്ത്ത് അത്. നമ്മളിത് കൈയടിച്ചു വിട്ടു. അത് നമ്മളൊന്ന് പ്രൊഡിക്റ്റ് നമ്മൾ ചിന്തിച്ചു നോക്കി. എന്തോ ഫെയ്ത്ത്. ഒരു വീടിന്റെ മേൽക്കൂരി ഇളക്കിയിട്ട് കയറെ കെട്ടി 4 പേര് ഇങ്ങനെ ഇറക്കുക യേശുവിനെ എടുത്തോട്ട്. യേശു അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു, കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. എല്ലാരും ദൈവസ്ഥലം എഴുതിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും എഴുതിട്ട് ആട്ടെ. നമുക്കറിയാം, ഒരു പാരലൈസ് എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു രോഗമാണ്. അങ്ങനത്തെ ഒരു തീരാരോഗിയാണ് എടുത്ത്
അങ്ങനെ ഒരു വീടിന്റെ മറ്റിളക്കി കൊണ്ടുവച്ചത്. അയ്യോ, അതെന്തോ ഫെയ്ത്ത്, അതെന്തൊരു വിശ്വാസം അത്. ഇന്ന് രാവിലെ ദൈവമക്കളോട് കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വാസത്തിലൊന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൽ ചെയ്യും. പുതിയ ടയർ വിശ്വാസത്തോടെ ചെയ്യും. ആരോടെ കർത്താവ് പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, വീണാലും നിലം പരിചാകത്തില്ല. വിശ്വാസത്തോടു കൂടെ സ്റ്റെപ്പ് എടുത്ത് വെക്ക്. വിശ്വാസത്തോടു കൂടെ നീ പ്രവർത്തിച്ചു നോക്കി. ഈ ദിവസത്തിൽ ദൈവത്തിന്റെ അസാധാരണമാകുന്ന കരുതലുകൾ ദിവസങ്ങളിൽ കാണും. എല്ലാ കാര്യങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്തിൽ നിന്നുമെന്നെ അവനെന്റെ ഉപനിധിയെ അന്ത്യത്തോളം കാത്തിടും. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നുമെന്നെ വേർപിരിയും. എന്ത് വന്നാലും എന്ത് ക്രൈസിസ് വന്നാലും എന്ത് ട്രബിൾ വന്നാലും nobody can separate me with the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും എന്നെ വേർതിരിക്കാൻ കഴിയുന്നില്ല. Nobody can separate me the deep love of Christ, the name of Jesus.
സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റിയാട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.